ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ചെയ്തതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് റാണി മരിയ കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അവരുടെ പ്രത്യേക പാർട്ടിസിപ്പേഷനും എല്ലാ കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ കാഴ്ച സമർപ്പണം നടത്തിയതിനും അവരുടെ പാർട്ടിസിപ്പേഷനും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് ജോസഫ് കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കും. ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് കർമ്മല മാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു. അവർക്ക് പ്രത്യേക നന്ദി. അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് മഞ്ഞമാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം സെൻറ്റ് ഡോൺ ബോസ്കോ യൂണിറ്റ് 2800 രൂപ. കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപിരിവ് ബസിലിക്കയിലെ സഞ്ചിപിരിവ് 24,720. സെൻറ്റ് ജോസഫ് കപ്പേളയിലെ സഞ്ചിപിരിവ് 3020 രൂപ. രോഗികൾക്ക് ദിവ്യകാരം നൽകുവാനായി ഈ വരുന്ന വ്യാഴാഴ്ച തെക്ക് ഭാഗത്തേക്കും വെള്ളിയാഴ്ച വടക്ക് ഭാഗത്തേക്കും വരുന്നതായിരിക്കും. അവരെ അതിനായി പ്രത്യേകം ഒരുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിലവിലുള്ള പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ യോഗം അടുത്ത ഞായറാഴ്ച മാർച്ച് 9 പള്ളിമേടിൽ വെച്ച് നടത്തപ്പെടുന്നു. നോമ്പുകാല ധ്യാനം. നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ധ്യാനത്തോടുകൂടി പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിനായി നോമ്പുകാല ധ്യാനം മാർച്ച് 7, 8, 9 വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നതാണ്. 5 മണി മുതൽ 8:30 വരെ ആയിരിക്കും ധ്യാന സമയം. 5 മണിക്ക് ജപമാല, തുടർന്ന് ദിവ്യബലി, തുടർന്ന് ധ്യാനം. അന്നേ ദിവസങ്ങളിൽ നടത്തപ്പെടേണ്ട കുടുംബ യൂണിറ്റുകൾ മറ്റൊരു ദിവസം നടത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻറ്റ് ജോസഫ് കപ്പേളയിൽ വിശുദ്ധ യൗസപിതാവിൻ്റെ തിരുനാളിനനുബന്ധമായിട്ടുള്ള നവനാൾ ദിനങ്ങൾ 8-ാം തീയതി ആരംഭിക്കുകയാണ്. വിശുദ്ധ യൗസപിതാവിൻ്റെ ഊട്ടുതിരുനാളിലേക്കുള്ള സംഭാവനകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഫീസിലോ അല്ലെങ്കിൽ സെൻറ്റ് ജോസഫ് കപ്പേളയിലെ ഓഫീസിലോ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാരവാഹികൾക്കോ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇടവകയിൽ നിന്നും ഈ വർഷത്തെ ലോഗോസ് ക്വിസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം നൽകുന്നതാണ്. അടുത്ത ബുധനാഴ്ചയാണ് വിഭൂതി ബുധൻ. നമ്മുടെ ബസിലിക്കയിൽ 5:30 ദിവ്യബലി. 6 മണിക്കുള്ള ദിവ്യബലി 5:30 2ാമത്തെ ദിവ്യബലി സാധാരണ പോലെ 7:15. സെൻറ്റ് റോക്കി ദേവാലയത്തിൽ 6 മണിക്ക് ദിവ്യബലി. വരുന്ന ബുധനാഴ്ച സെൻറ്റ് ജോസഫ് കപ്പേളയിൽ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. നോമ്പുകാലത്ത് എല്ലാ ദിവസങ്ങളിലും രാവിലെ 6 മണിക്കുള്ള ദിവ്യബലിയെ തുടർന്ന് കുരിശിൻ്റെ വഴി നടത്തപ്പെടുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 ദേവാലയത്തിന് പുറത്ത് മുൻവശത്തെ കോമ്പൗണ്ടിൽ കുരിശിൻ്റെ വഴി നടത്തപ്പെടുന്നു. വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:30 ദിവ്യബലി, തുടർന്ന് കുരിശിൻ്റെ വഴി. നമുക്ക് സാധാരണ ഇവിടെ എല്ലാ ദിവസവും കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. 1ാമത്തെ കുർബാനയ്ക്ക് ശേഷം എപ്പോഴും അച്ഛൻ അവിടെ സന്നിഹിതനായിരിക്കും. അപ്പോൾ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് എല്ലാവരും ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കുമ്പസാരിച്ചൊരുങ്ങി നോമ്പിലേക്ക് പ്രവേശിക്കണമെന്ന ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട് കുമ്പസാരത്തിനുള്ള. അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ പുറത്തുനിന്നുള്ള ഒരു കുമ്പസാരക്കാരൻ എപ്പോഴും സന്നിഹിതരാണ്. അദ്ദേഹം നൊവേന 9:30 കുർബാന കഴിഞ്ഞിട്ടാണ് 10-11 മണിയാകുമ്പോൾ തിരിച്ചു പോവുക. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാധാന്യത്തോടുകൂടി എടുത്ത് കുമ്പസാരിച്ചൊരുങ്ങി ഈ നോമ്പുകാലം ഏറ്റവും ഭംഗിയാക്കുവാനായിട്ട്, ഏറ്റവും ദൈവികമായി ജീവിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ
അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നമ്മൾ പുതിയ കേന്ദ്രസമിതി ഇന്ന് ചാർജ് എടുക്കുകയാണ്. കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ കഴിഞ്ഞ യോഗത്തിൽ തിരഞ്ഞെടുത്ത പുതിയ കേന്ദ്രസമിതി അംഗങ്ങൾ: പ്രസിഡന്റ് തോമസ് ചെമ്പകശ്ശേരി, സെക്രട്ടറി സോഫി ന്യൂട്ടൻ, ഗജാഞ്ചി മേരി ജൂലിയറ്റ് ജോൺ. സെയിൻറ്റ് ജോസഫ് ബ്ലോക്ക് കൺവീനർ തോമസ് പള്ളിപ്പറമ്പിൽ, സെക്രട്ടറി സിസിലി പനക്കൽ, ഗജാഞ്ചി ഷീബ ആൻ്റണി. സെൻറ്റ് മേരീസ് ബ്ലോക്ക് കൺവീനർ ഡെറിൻ ദേവസി, സെക്രട്ടറി മേഴ്സി വാഴപ്പള്ളി, ഗജാഞ്ചി മിനി ഏണസ്റ്റ്. ലിറ്റിൽ ഫ്ലവർ ബ്ലോക്ക് കൺവീനർ ജെയിംസ് അറയ്ക്കൽ, സെക്രട്ടറി ഷെറി ഔരവ്, ഗജാഞ്ചി ടെസ്മി ജെയ്സൺ. സെൻറ്റ് റോക്കി ബ്ലോക്ക് കൺവീനർ റോയ് ജോസഫ്, സെക്രട്ടറി ഷീല വിൻസെൻ്റ്, ഗജാഞ്ചി ജൂബി ഫെനി. നമ്മുടെ ഈ പുതിയ കേന്ദ്രസമിതി അംഗങ്ങൾ ഇന്ന് 10 മണിക്ക് ബസിലിക്കയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ചാർജ് എടുക്കുന്നതാണ്. എല്ലാ കേന്ദ്രസമിതി അംഗങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്രസമിതി പ്രസിഡന്റ്, സെക്രട്ടറി ഗജാഞ്ചി, ഈ 3 പേരാണ് കഴിഞ്ഞ മീറ്റിങ്ങിൽ തിരഞ്ഞെടുത്തത്. നമ്മൾ വിട്ടുപോയ 2 പേര് കൂടിയുണ്ട്, വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി. അപ്പോൾ അടുത്ത ആഴ്ചയിൽ പാരിഷ് കൗൺസിൽ നമുക്ക് കൂടുന്നത് 10 മണിക്കാണ്. അതിനു മുമ്പായിട്ട് രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം എല്ലാ വൈസ് പ്രസിഡന്റുമാരും ജോയിൻറ്റ് സെക്രട്ടറിമാരും സന്നിഹിതരായിരിക്കണമെന്ന് ഓർമ്മിക്കുന്നു. അവരിൽ നിന്നും ഈ 2 പോസ്റ്റിലേക്കുള്ള വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഇവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു. പുതിയ ഉണർവോടുകൂടി പുതിയ ഭാരവാഹികൾ പ്രവർത്തിക്കട്ടെ. അതുവഴിയായി കൂടുതലായി നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകാനായിട്ട്, കൂടുതൽ നന്നായി ചെയ്യുവാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ നമ്മൾ കൂടുന്ന പാരിഷ് കൗൺസിൽ, അത് നിലവിലുള്ള പാരിഷ് കൗൺസിലിൻ്റെ അവസാനത്തെ യോഗമായിരിക്കും. അതിനുശേഷം വരുന്ന ഞായറാഴ്ച പുതിയ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ചേർന്ന് പുതിയ പാരിഷ് കൗൺസിൽ സെക്രട്ടറിയെയും ജോയിൻറ്റ് സെക്രട്ടറിയെയും കൈക്കാരന്മാരുടെ പുതിയ പാനലും രൂപീകരിക്കുന്നതായിരിക്കും.